തണുപ്പുകാലത്ത് കിണറ്റിൽ നിന്നും ചൂടു സമയത്ത് നദിയിൽ നിന്നും കുളിക്കണമത്രേ. രണ്ടു തരത്തിലെ കുളി പറയുന്നുണ്ടെങ്കിലും ദിനചര്യയുടെ ഭാഗമായി രണ്ടു നേരം കുളിക്കാനും മലയാളിക്ക് മടിയില്ലായിരുന്നു. ഓരോ ദിവസവും ആരംഭിക്കുന്നതും ദിവസം അവസാനിപ്പിച്ച് കിടക്കയിലേക്ക് പോകുന്നതും കുളിക്ക് ശേഷമായിരുന്നു. തണുപ്പുകാലത്ത് നദികളിലെ വെള്ളത്തിനെ അപേക്ഷിച്ച് കിണറ്റിലെ ജലത്തിന് തണുപ്പ് കുറവായിരിക്കുമെന്നതുകൊണ്ടാണ് ഈ കാലയളവിൽ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കണമെന്ന് പറയുന്നത്. സാവധാനം മാത്രം ചൂടാവുകയും സാവധാനം മാത്രം തണുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ജലത്തിനുള്ളത്. ബാഷ്പീകരണം പെട്ടെന്ന് നടക്കുമ്പോൾ വെള്ളത്തിന് തണുപ്പ് കൂടുതലായിരിക്കും. വലിയ പാത്രങ്ങളിലും നദികളിലുമാണ് ബാഷ്പീകരണ പ്രക്രിയ എളുപ്പത്തിൽ നടക്കുന്നത്. അന്തരീക്ഷവുമായി ജലോപരിതലത്തിന് കൂടുതൽ സമ്പർക്കമുള്ളതുകൊണ്ടാണ് ബാഷ്പീകരണം കൂടുതൽ നടക്കുന്നത്. ബാഷ്പീകരണത്തിന് വേണ്ട താപം വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് വെള്ളം കൂടുതൽ തണുക്കുന്നത്. എന്നാൽ മഞ്ഞുകാലത്ത് അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുന്നതിനാൽ ബാഷ്പീകരണം കുറഞ്ഞ തോതിൽ മാത്രമേ നടക്കുകയുള്ളൂ. ബാഷ്പീകരണം കുറവായതിനാൽ കിണറ്റിലെ വെള്ളത്തിൽ നിന്നും കുറച്ചു താപം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ജലോപരിതലത്തിൻ്റെ കൂടുതൽ ഭാഗവും അന്തരീക്ഷവുമായി സമ്പർക്കമുള്ള നദികളിൽ താരതമ്യേന ബാഷ്പീകരണം കൂടുതൽ നടക്കുമെന്നതിനാൽ നദിയിലെ വെള്ളത്തിന് കൂടുതൽ തണുപ്പാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക.